ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു രസകരമായ സംഭവം കാണിച്ചു തരട്ടോ. ഇതെന്താ പറമ്പിലേ ഈ ഓല കൂട്ടിട്ട് ഇതിൻ്റെ ഇടയിലാണ് കോഴി മുട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കോഴീനെ കണ്ടതാ. അപ്പോൾ ഫോളോ ചെയ്ത് വന്നപ്പോഴാണ് ഇതാ ഈ മുട്ടയുടെ സംഭവം കണ്ട. അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞീ മുട്ട കണ്ട. തൊടാൻ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ പാത്രത്തിലാക്കിയിട്ട് കോഴീനെ കൂട്ടിലൊക്കെ പോകട്ടോ. അപ്പോൾ ഞങ്ങൾ കോഴീനെ കുറുക്കം പിടിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഭാഗ്യം. അപ്പോൾ ഇതാ മുട്ട ഞങ്ങൾ ഈ കൊട്ടയിലേക്ക് വെക്കാൻ പോകട്ടോ. കോഴീനെ കൂട്ടിൽ കൊണ്ടുവെക്കാനേ. എന്നാലും ഈ കള്ളിക്കോഴി തൊപ്പിച്ചില്ലേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോഴിക്ക് ഇത് ആദ്യമായിട്ടല്ലേ കേട്ടോ. ഇത് മുന്നേ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പോയി മുട്ടിട്ട് കുട്ടികളേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ കാണും. പക്ഷെ ഇതുപോലെ സേഫ്റ്റി ഇല്ലാത്ത സ്ഥലത്ത് ആദ്യമായിട്ടാണ് മുട്ടിട്ടിട്ട് ഇരിക്കുന്നത്. ഇതിപ്പോൾ കൂട്ടിലിടാൻ വെച്ചെങ്കിൽ ഞങ്ങൾ ഓംലേറ്റ് അടിച്ചിട്ടും പുഴുങ്ങിയിട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. കോഴി വിചാരിച്ച് ഞങ്ങളിപ്പോൾ അങ്ങനെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ഒപ്പിക്കലാണ്. ഇത് കണ്ട അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു മുട്ട. അത് അടിപൊളിയില്ലേ. ആ അത് വിരിയണോ അല്ലേ? ഭംഗിക്ക് അവിടെ ഇരുന്നോട്ടെ. കോഴിക്ക് വിഷമണ്ട കുഞ്ഞേ മുട്ട. അപ്പം ഗൈസ്, ഞങ്ങൾക്ക് കുളത്തിൻ്റെ അവിടെ നിന്നൊരു 3 കുളക്കോഴിയുടെ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കോഴികളൊന്നും പണിക്കാത്തതുകൊണ്ട് ഞങ്ങളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ അതും കൂടി അതിൽ കൂട്ടത്തിൽ വെക്കാം. അന്ന് ഓലയുടെ ഇടയിൽ മുട്ടിട്ട കോഴി വിരിഞ്ഞ് കുട്ടികളായിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഒരു കോഴിക്കുട്ടിതാ. കോഴിക്കുട്ടിനെയൊക്കെ പുറത്തേക്ക് അയക്കുന്നു. അപ്പം നമുക്ക് ഇവരെ ഗോതമ്പ് ഇട്ടിട്ട് കൂട്ടി കയറ്റിട്ടാ. നേരെ ഇട്ടായി തുടങ്ങി. അപ്പോൾ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ വേഗം കൂട്ടിലാക്കാം. ഇത് ഇടയ്ക്ക് ഞാനൊരു കോഴിക്കുട്ടിനെ പിടിക്കാൻ ശ്രമിച്ചു നോക്കാം. പേടിയാട്ടാ, ഈ കള്ളക്കോഴി പൊട്ടും. കിട്ടിപ്പോയി. സുന്ദരി കോഴി അങ്ങനെ കൊടുത്തവർ കഴിക്കൂല. വീഡിയോയിൽ ഹായ് പറ. അപ്പം പ്രതീക്ഷിക്കാണ്ട് കുട്ടികളാട്ടോ അവര്. ഈ തള്ളക്കോഴി അന്ന് നമ്മുടെ കാണിച്ചല്ലേ, ആ ഓളുടെ അടിയിൽ പോയി മുട്ടിട്ട് കൂട്ടിലിട്ടാണെങ്കിൽ ഞങ്ങളത് പുളിസൈ ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ പോയി മുട്ടിട്ട് വിരിച്ചിറങ്ങിയ കാരണം നമുക്ക് 8 കോഴിക്കുട്ടികൾ കിട്ടിയില്ല. അതാ നേരമോള് പിടിക്കണ്ടേ, നമുക്ക് പേടിയാണ്. എന്നാലും നേരമോളെ കയ്യിലൊന്നും വെച്ച് കൊടുക്കണ്ട. പാവം കിട്ടി ഫൈനലി നമ്മുടെ കയ്യിൽ. നമുക്കൊരു വിടാ പണ്ടിലൊരു കാര്യം, കോഴിക്കുട്ടികൾ അങ്ങനെ എപ്പോഴും പിടിച്ചാൽ ഒരു വളരില്ല. നമുക്ക് കൂട്ടിലാക്കട്ടാ. നമുക്ക് കുറച്ച് ഗോതമ്പ് വെച്ച് കൊടുക്കാം. പൊട്ടിക്കോ. കൂട്ടി ഇത് ഓവറായാ കുറച്ച് നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.